ലോക പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ ഭാഗമായി ചിറ്റൂർ പ്രതികരണ വേദിയുടെ നേതൃത്വത്തിൽ തണൽ വൃക്ഷ തൈകൾ നട്ടു. നല്ലേപ്പിള്ളി വാതക ശ്മശാനത്തിൽ തണൽ വൃക്ഷ തൈകൾ നട്ട് തണൽ മരങ്ങൾ വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിസ്ഥിതി ദിനത്തിൽ തൈകൾ നട്ടുപിടിപ്പിച്ചത്. പരിപാടി നല്ലേപ്പിള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ബിനു വൃക്ഷത്തൈ നട്ടുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. ലോക പരിസ്ഥിതി ദിനത്തിൽ നല്ലേപ്പിള്ളി ഗ്രാമപഞ്ചായത്ത് എന്ന നിലയിൽ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നെറ്റ് സീറോ കാർബൺ 2030 എന്നൊരു പരിപാടി, ഒരു ക്യാമ്പയിൻ ആരംഭിക്കാം. ക്യാമ്പയിൻ മാത്രമല്ല, ആക്ടിവിറ്റിയും കൂടെ. നല്ലേപ്പിള്ളി പഞ്ചായത്തിനെ 2030 കാർബൺ ന്യൂട്രൽ ആക്കുക എന്നതാണ് ഈ പരിപാടിയുടെ ലക്ഷ്യം. അതിന് എല്ലാവരുടെയും സഹകരണം ആവശ്യമാണ്. ഇന്ന് ആഗോള താപനം വലിയൊരു പ്രതിസന്ധിയായി നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള പരിപാടി സംഘടിപ്പിച്ചാൽ മാത്രമേ നമ്മുടെ ഭൂമി ഈ രീതിയിൽ നിലനിൽക്കുകയുള്ളൂ. ഭൂമിയിൽ ജീവനും മൃഗങ്ങളും എല്ലാം നിലനിൽക്കണമെങ്കിൽ, മനുഷ്യരും മൃഗങ്ങളും എല്ലാം നിലനിൽക്കണമെങ്കിൽ, സസ്യജാലങ്ങൾ നിലനിൽക്കണമെങ്കിൽ നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കേണ്ടതായിട്ടുണ്ട്. അതിലൊരു മാതൃകാ പ്രവർത്തനം എന്ന നിലയിലാണ് നല്ലേപ്പിള്ളി പഞ്ചായത്ത് ഏറ്റെടുക്കുന്നത്. ചിറ്റൂർ പ്രതികരണ വേദി ഇവിടെ നമ്മുടെ വാതക ശ്മശാനത്ത്, കൊറ്റമംഗലത്തുള്ള വാതക ശ്മശാനത്ത് ഇത്തരത്തിൽ വൃക്ഷത്തൈകൾ വെച്ച് പിടിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യാമെന്ന് അറിയിച്ചതിൽ സന്തോഷമുണ്ട്. ആ പ്രവർത്തനത്തിന് എല്ലാവിധ ആശംസകളും. ചിറ്റൂർ പ്രതികരണ വേദി ഭാരവാഹികൾ ഓരോ തൈകൾ നട്ട് തൈകളുടെ പരിപാലനവും ഏറ്റെടുത്തു. ചിറ്റൂർ പ്രതികരണ വേദി പ്രസിഡന്റ് എ ശെൽവൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ കെ ശങ്കരൻ മുഖ്യപ്രഭാഷണം നടത്തി. ചിറ്റൂർ പ്രതികരണ വേദി ഭാരവാഹികളായ സി വിനോദ് കുമാർ, ആർ പ്രസാദ്, എസ് സഫീർ, ടി വിനു എന്നിവർ പ്രസംഗിച്ചു. സെക്രട്ടറി എം മജേഷ് സ്വാഗതവും ഖജാൻജി ഷാജി ചന്ദ്രൻ നന്ദിയും പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.